ജയേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗായകൻ എന്നുള്ളതിലുപരി എന്നോട് വളരെ ഒരു ഒരു പിതൃതുല്യമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു തുല്യനായിട്ടുള്ള ഒരു സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ജയേട്ടനാണ്. അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ല. അച്ഛൻ അച്ഛന്റെ 46-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷെ ഞാൻ ഓർമ്മ വെച്ച നാള് മുതൽ എന്റെ അച്ഛൻ ദിവസവും രാവിലെ ജയേട്ടന്റെ പാട്ടുകൾ വെച്ചാണ് തുടങ്ങാറ്. പുഷ്പാഞ്ജലി എന്ന് പേരുള്ള ഒരു ആൽബം ഉണ്ട്. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. ഈ പാട്ടിലാണ് ദിവസവും തുടങ്ങാറ്. ആ ആൽബം ഫുള്ള് കേട്ടിട്ടാണ് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടാതെ അത് കഴിയുമ്പോൾ അച്ഛൻ ജയേട്ടന്റെ ഓരോരോ സിനിമാ പാട്ടുകൾ പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടിക്കാലം മുതലേ എന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റിയ ശബ്ദവും ഒരു ഗായകനുമാണ് ജയേട്ടൻ. ദാസറിന്റെ പാട്ടുകൾ ആയിരിക്കും ഒരുപക്ഷെ നമ്മളെല്ലാം മലയാളികളെല്ലാം കൂടുതൽ കേൾക്കുന്നത്. പക്ഷെ ജയേട്ടന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിക്കുന്നത് ഭാവഗായകൻ എന്നാണല്ലോ. അദ്ദേഹം കൊടുക്കുന്ന ആ ഭാവവും അക്ഷരസ്ഫുടതയും അത് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോൾ ആണ് ജയേട്ടൻ ആദ്യമായിട്ട്, ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഒരു തവണ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പഠിച്ചിരുന്ന അക്കാഡമിയിൽ വരും. അവിടെ വെച്ച് കുറച്ച് കൂടുതൽ അടുക്കാൻ, പരിചയപ്പെടാനും സംസാരിക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് ഇഷ്ടംപോലെ തവണ ഒരേ വേദികളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങളുണ്ട്. ഒരേ വേദിയിൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്, പല വേദികളിൽ, പല സ്ഥലങ്ങളിലായിട്ട്. പ്രത്യേകിച്ച് ഇളയരാജ സാറിന്റെ കൂടെയുള്ള പ്രോഗ്രാമിൽ ഞങ്ങൾ എബ്രോഡ്, ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഉള്ള സംഭാഷണം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള സംഭാഷണം. എന്നും അത് മനസ്സിലിങ്ങനെ ഓർത്തു വെക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട വിലപ്പെട്ട ടിപ്സുകൾ അദ്ദേഹം കുറെ തന്നിട്ടുണ്ട്. പിന്നെ പല പാട്ടുകളെ പറ്റിയും, പ്രത്യേകിച്ച് മുഹമ്മദ് റാഫി സാബിനെ പറ്റിയും സുശീലാമ്മയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വാചാലനം, വളരെ വാതോരാതെ അവരെ പറ്റി സംസാരിക്കും. സുശീലാമ്മ, അതുകൂടാതെ മുഹമ്മദ് റാഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു, അവരുടെ പാട്ടുകൾ. അപ്പോൾ ജേട്ടന്റെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ഇന്ന് സുശീലാമ്മന്നോ മുഹമ്മദ് റഫീ സാബെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മൂടൊക്കെ മാറി പിന്നെ അവര് പാടിയ പാട്ടുകൾ ഓരോന്നോരോന്നായിട്ട് പാടിത്തരും. അങ്ങനെ ഒരു ഒരു വളരെ എന്താ പറയാ, വളരെ ഒരു അപൂർവമായിട്ട് ഞാൻ കണ്ട സ്നേഹമുള്ള വ്യക്തികളിൽ ഒരാളാണ് ജയേട്ടൻ. ജയേട്ടനുമായിട്ട് കൂടുതൽ അടുത്തവർക്കേ ജയേട്ടൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ, അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന്. ഒരു കുട്ടിയുടെ മനസ്സാണ് അദ്ദേഹത്തിന്. ഇത്തിരി ദേഷ്യം ആദ്യം വരുമെങ്കിലും അത് പെട്ടെന്ന് ആറി വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും പെരുമാറും. വളരെ ക്ഷണികമായ നേരത്തേക്ക് മാത്രമേ അദ്ദേഹം ദേഷ്യപ്പെടാറുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതൊരു കലാകാരൻ അല്ലെങ്കിൽ ഏതൊരു ഗായകനും പാടിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ, അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കുകയും അവരെ നമ്പർ അന്വേഷിച്ച് അവരെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പൊ എന്നെ തന്നെ നാൻ കടവുൾ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയിലെ രാജാ സാറിന്റെ സംഗീതത്തില് ഞാൻ പിച്ചൈ പാത്രം ഏന്തി വന്തേ എന്നുള്ളൊരു പാട്ട് പാടിയിരുന്നു. ആ പാട്ട് റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ സിനിമ കണ്ടിട്ട് ഉടനെ എന്നെ വിളിച്ചു. മധു, അസലായിരിക്കുന്നു നീ മധു പാടിയത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതൊരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്. അത് കൂടാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് കൂടുതലായിട്ട് അടുത്തു. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും ഞങ്ങളുടെ സംഭാഷണം.